പരിശുദ്ധ സഭ 3 നോയമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങളും അനുഗ്രഹീതമായ ഒരു നോമ്പിൻ്റെ അനുഭവത്തിൽ വീണ്ടും ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുങ്ങുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നോമ്പിൻ്റെ ആദ്യ ദിനത്തിലെ ധ്യാന ശുശ്രൂഷയ്ക്ക് ആധാരമായി സ്വീകരിച്ചിരിക്കുന്ന ദൈവവചനം നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യമാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകൾ ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകൾ ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. അനുഗ്രഹീതമായ ഈ നോമ്പിൻ്റെ ഈ ആദ്യ ദിനം നാം എല്ലാവരും ഭാരതഭൂമിയിൽ ജീവിക്കുന്നു എന്നതുകൊണ്ട്, ഭാരതീയ മക്കൾ എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരതഭൂമി റിപ്പബ്ലിക് ദിനമായി ഇന്നേ ദിവസം ആചരിക്കുകയാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്കും സ്വയ അധികാരത്തിലേക്കും ഒരു ഭരണഘടനയുടെ സാന്നിധ്യം കടന്നു വരികയും ചെയ്ത ഒരു ദിവസമാണ് 1950 ജനുവരി 26 എന്ന് പറയുന്നു. ഈ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കുമ്പോൾ ജനുവരി 26 ഒരു പ്രാധാന്യമുണ്ട് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക. 1930 ജനുവരി 26 ഭാരതഭൂമിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് തുടങ്ങിയിരുന്നു. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം യഥാർത്ഥമായും പൂർത്തീകരിക്കപ്പെടുന്നത് 1950 ജനുവരി 26. അതിൻ്റെ വലിയ സന്തോഷം ഇന്ന് ഭാരതം കൊണ്ടാടുമ്പോൾ ഞാനും നിങ്ങളും അനുഗ്രഹത്തോടെ അതിൻ്റെ ഭാഗമായി തീരുകയാണ്. ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ അന്നത്തെ ഭാരതത്തിൻ്റെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ നടത്തിയ പ്രസംഗത്തിൻ്റെ വാക്കുകൾ ഇന്ന് മനോരമ ദിനപത്രത്തിൻ്റെ കാഴ്ചപ്പാട് പേജിൽ എന്നെപ്പോലെ നിങ്ങളും വായിച്ചു കാണും. അത് ഈ കാലികമായ ജീവിത സാഹചര്യങ്ങളിൽ ഏറെ പ്രസക്തമായ ഒരു വാചകമാണ്. ഇനിമേൽ നമ്മുടെ ഭാവി രൂപപ്പെടുത്തുകയോ നശിപ്പിച്ച് കളയുകയോ ചെയ്യുന്നത് നാം മാത്രമായിരിക്കും. ഇനിമേൽ നമ്മുടെ ഭാവി രൂപപ്പെടുത്തുകയോ നശിപ്പിച്ച് കളയുകയോ ചെയ്യുന്നത് നാം മാത്രമായിരിക്കും. ഇത് ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തിൽ അന്ന് നടത്തപ്പെട്ട പ്രസംഗങ്ങളിൽ ഒരു പ്രസംഗത്തിൻ്റെ വാചകമായിരുന്നു. ഇന്ന് നാം പരിശുദ്ധമായ നോമ്പിൻ്റെ അനുഭവത്തിൽ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുവാനായി കടന്നു വന്നിരിക്കുകയാണ്. ധ്യാനത്തിൻ്റെ അർത്ഥതലത്തെക്കുറിച്ചോ ധ്യാനത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചോ വിശദീകരിക്കുവാൻ സമയം അനുവദിക്കുന്നുമില്ല, അതിന് പ്രസക്തിയുമില്ല എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. നാം എല്ലാവരും ഏറെ ധ്യാനം കൂടിയിട്ടുള്ളവരാണ്. ഓരോ ധ്യാനവും സംബന്ധിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ കുർബാനയിൽ അതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ അന്യോന്യം സമാധാനം നൽകുന്ന ഒരു ഭാഗമുണ്ടല്ലോ. എന്നതുപോലെ തന്നെ വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ പുണ്യഭൂമിയിൽ ഞാനും നിങ്ങളുമായിരിക്കുകയാണ്. മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ നോമ്പിൽ ദൈവവചനത്തെ ധ്യാനിക്കുവാനായി നാം മനസ്സ് വെക്കുമ്പം
നിങ്ങൾ പരസ്പരം ഒന്ന് നോക്കുവാനായിട്ട് ഇടയായി തീരണം. എൻ്റെ അടുത്ത് ആരാണ് ഇരിക്കുന്നത്? ഒരു പക്ഷേ പരിചയമുള്ളവരായിരിക്കാം, പരിചയമില്ലാത്തവരായിരിക്കാം. അവിടെ വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷകൻ വിളിച്ചോതുന്നത് പോലെ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമ്മനത്താൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഓരോ ധ്യാനവും കൂടുമ്പോഴും ഓരോ മനുഷ്യനും, ഓരോ വിശ്വാസിയും പരസ്പരം സമാധാനം ആശംസിക്കുവാനായി സാധ്യമായി തീരണം. പരസ്പരം സമാധാനം മുഖത്തോട് മുഖം നോക്കി പകർന്നു നൽകിക്കൊണ്ട് ഒരുമനപ്പെട്ട മനസ്സോടെ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സ്വർഗീയ ശ്രീഭണ്ഡാരം നമുക്കായി തുറക്കും. അവിടെ നമ്മെ രൂപപ്പെടുത്തുവാൻ, നമ്മെ ലോകത്ത് വ്യക്തമായി നിലനിർത്തുവാനുള്ള കൃപാകടാക്ഷം നമുക്ക് ലഭിക്കും. അവിടെയാണ് നമ്മെ രൂപപ്പെടുത്തുകയോ ഇനി നമ്മെ നശിപ്പിക്കുകയോ ചെയ്യുന്നത് നമുക്ക് ലഭിക്കുന്നത് എന്ന് ഓർക്കുക. സ്വർഗോന്നതങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ നശീകരണത്തിനുള്ളതല്ല, നമ്മുടെ ജീവന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ജീവന് ആവശ്യമായിരിക്കുന്ന സർവ്വവിധമായ നന്മകളുമാണ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത് ലഭിക്കാനായി നമുക്കിടയായി തീരണം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ അതിനെ ഒറ്റ വാചകത്തിൽ ഇങ്ങനെ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്: നാം എഴുന്നേറ്റ് പണിയുക, നാം എഴുന്നേറ്റ് പണിയുക. അനുഗ്രഹീതമായ ഈ 3 നോയമ്പിൽ എഴുന്നേറ്റ് പണിയുവാനുള്ള ബലം നമുക്ക് പ്രാപിക്കണം. എന്താണ് പണിയുക? എങ്ങനെയാണ് പണിയുക? അതാണ് ഇന്നത്തെ ശബ്ദത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒന്ന് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, നാം എഴുന്നേറ്റ് പണിയുക. ഇന്ന് അവിശ്വസ്തതയുടെ ഒരു കാലമാണ്. ഈ അവിശ്വസ്തതയുടെ കാലഘട്ടത്തിൽ വിശ്വസ്തതയുടെ കാവലാൾ ആകാനാണ് ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. അവിശ്വസ്തതയുടെ നടുവിൽ വിശ്വസ്തതയുടെ കാവലാൾ ആകുവാനാണ് ഓരോ വിശ്വാസിയുടെയും നിയോഗം. പ്രിയമുള്ളവരെ, അവിശ്വസ്തതയുടെ സാഹചര്യങ്ങളിൽ വിശ്വസ്തതയുടെ വാക്കുകളെ പകരുവാൻ, വിശ്വസ്തതയുടെ ജീവിതത്തെ പകരുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരണം. അതിന് നാം മാറിയേ മതിയാവുകയുള്ളൂ. അത് എവിടെയാണ് മാറ്റം സംഭവിക്കേണ്ടുന്നത്, എങ്ങനെയാണ് മാറ്റം സംഭവിക്കേണ്ടത് എന്നുള്ളത് ചിന്തനീയമായ കാര്യമാണ്. ഒരു ഗുരുവിൻ്റെ അടുക്കൽ ശിഷ്യ സമൂഹം ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അനുവാദം തരണം, തീർത്ഥാടനത്തിന് പോകുവാനായി ഞങ്ങൾക്ക് അനുവാദം തരണം. ഗുരു ശിഷ്യന്മാരെ അനുവദിച്ചു. ഇവർ തീർത്ഥാടനത്തിനായി ഒരുങ്ങി പുറപ്പെടുമ്പോൾ ഈ ഗുരു ശിഷ്യന്മാരുടെ കയ്യിൽ ഓരോ പാവയ്ക്ക നൽകി വിടുകയാണ്, ഓരോ പാവയ്ക്ക കൊടുത്ത് വിടുകയാണ്. ഈ ശിഷ്യന്മാർ തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു. തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് അല്പ ദിവസങ്ങൾ കഴിഞ്ഞ് ഗുരുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. മടങ്ങി വന്ന ശിഷ്യഗണത്തോട് ഗുരു ചോദിച്ചു, നിങ്ങളുടെ മനസ്സ് ശാന്തമായോ? നിങ്ങളുടെ മനസ്സ് ശാന്തമായോ? പ്രിയമുള്ളവരെ, പരിശുദ്ധമായ നോമ്പിൻ്റെ പൂർത്തീകരണത്തിൽ ഈ ദിവസം ഈ ധ്യാനത്തിൽ സംബന്ധിച്ച് നാളെയും ഒരുപക്ഷെ സംബന്ധിക്കാം. ഈ ദിവസങ്ങളിലെ ധ്യാനങ്ങളിലൊക്കെ സംബന്ധിച്ച് നാം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിലേക്ക് തിരികെ പോകുമ്പോൾ ഓരോ മനുഷ്യനും അവനവൻ്റെ സ്വയത്തോട് സ്വയം ചോദിക്കാൻ കഴിയണം, എൻ്റെ മനസ്സ് ശാന്തമായോ? ശാന്തമായ ഒരു മനസ്സുമായി ജീവിതത്തിലേക്ക് നടന്നു നീങ്ങുവാൻ ദൈവബന്ധം നമ്മെ സഹായിക്കണം. ഈ ഗുരു ശിഷ്യഗണത്തോട് ചോദിച്ചു, നിങ്ങളുടെ മനസ്സ് ശാന്തമായോ? നിശബ്ദതയായിരുന്നു ശിഷ്യ ഗണത്തിൽ നിന്ന് ലഭിച്ച മറുപടി. ആർക്കും വാക്കുകൾ കൊണ്ട് പറയുവാനില്ല. നിങ്ങളുടെ മനസ്സ് ശാന്തമായോ എന്ന് ചോദിച്ചപ്പോൾ നിശബ്ദതയായിരുന്നു അവർ നൽകിയ മറുപടി. ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഓരോ പാവയ്ക്ക തന്നിരുന്നുവല്ലോ, ആ പാവയ്ക്ക പാകം ചെയ്തുകൊണ്ട് വരുവാനായിട്ട് പറഞ്ഞു. ഈ ശിഷ്യന്മാർ പാചകശാലയിൽ പോയി പാവയ്ക്കായൊക്കെ പാചകം ചെയ്തിട്ട് ഗുരുവിൻ്റെ അടുക്കിലേക്ക് തിരികെ വരികയാണ്. എന്നിട്ട് വീണ്ടും അത് അല്പാൽപ്പം ഭക്ഷിച്ചിട്ട് ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു, ഇത്രയും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി വന്നിട്ടും ഈ പാവയ്ക്കയുടെ കയ്പൊന്നും മാറിയില്ലല്ലോ. ഇത്രയും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് മടങ്ങി വന്നിട്ടും ഈ പാവയ്ക്കായുടെ കയ്പ് മാറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ആദ്യം ശിഷ്യന്മാർ ഒന്ന് പകച്ചുപോയി. പക്ഷേ
ശിഷ്യന്മാരിൽ ഒരാൾ പറയുകയാണ്, ഈ പാവയ്ക്കായുടെ കയ്പ് അത് സ്വഭാവത്തിലേ ഉള്ളതാണ്, അത് മാറൂല. ഈ പാവയ്ക്കായുടെ കയ്പ് സ്വഭാവത്തിലെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തീർത്ഥാടനം കൊണ്ട് എങ്ങനെയാണ് കയ്പ് മാറുക? ശിഷ്യന്മാരിൽ ഒരുവൻ ഗുരുവിനോട് ചോദിച്ചു. ഇങ്ങനെയല്ലേ നമ്മുടെ കാര്യവും? ഇങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ ആമുഖ വാക്കുകളിൽ അച്ഛൻ പറഞ്ഞല്ലോ, എവിടെയെങ്കിലുമൊക്കെ മാറ്റം അനിവാര്യമാണ്. എവിടെയാണ് മാറേണ്ടുന്നത് എന്നെനിക്കറിയില്ല. അതുതന്നെയാണ് എനിക്കും സൂചിപ്പിക്കുവാനുള്ളത്. എനിക്കും നിങ്ങൾക്കും ഒരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റം എവിടെയെന്ന് ചിന്തിക്കേണ്ടുന്നത് ഞാനാണ്, നിങ്ങളാണ്, നാം ഓരോരുത്തരുമാണ്. എവിടെയാണ് ഞാൻ മാറേണ്ടുന്നത്? എങ്ങനെയാണ് എന്നെ മാറ്റേണ്ടുന്നത്? ആ മാറ്റം വിധേയപ്പെടുവാൻ ഇടയാകാതെ പോയാൽ തീർത്ഥാടനം കൊണ്ട് ഫലമില്ല. ആ മാറ്റത്തിന് നമ്മെ വിധേയപ്പെടുത്താൻ കഴിയാതെ പോയാൽ ധ്യാനം കൂടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഓരോ ധ്യാനവും നമ്മെ മാറ്റത്തിന് വിധേയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് പറയുക, അടിത്തറ നന്നാക്കാതെ അലങ്കാരം നടത്തിയിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? അടിത്തറ നന്നാക്കാതെ അലങ്കാരം നടത്തിയിട്ട് ഒരു കാര്യമില്ല. നാം ഓഡിറ്റോറിയം ഒക്കെ വാടകയ്ക്ക് എടുക്കുമ്പോൾ വിവാഹത്തിനും ആഘോഷവേളകളിലും അതിൻ്റെ ഉൾവശം ഭംഗിയാക്കും, ആകർഷണീയത ഉള്ളതാക്കും, അതിൻ്റെ സ്റ്റേജുകൾ ലക്ഷങ്ങൾ കൊടുത്ത് അലങ്കരിക്കും. പക്ഷേ അത് ശാശ്വതമാണോ? ആ ഒരു നിമിഷങ്ങൾ കഴിയുമ്പോൾ, ആഘോഷങ്ങൾ കഴിയുമ്പോൾ അത് അവിടെ നിന്ന് മാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അടിത്തറ നന്നായിരിക്കണം. അടിത്തറ നന്നാക്കാതെ അലങ്കാരങ്ങൾ വിരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറയുകയാണ്. മോടി പിടിപ്പിക്കുവാൻ എളുപ്പമാണ്, പക്ഷേ ശരിയാകേണ്ടുന്ന ഇടം ശരിയായി അത് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നുകൊണ്ടും പ്രയോജനമില്ല. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ നാം മനസ്സിലാക്കുക, കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരാതെ കാഴ്ച മാറൂല. എഴുന്നേറ്റ് പണിയുവാൻ നെഹമ്യാവ് പറയുന്ന വാക്കുകളെ നാം സശ്രദ്ധം കേൾക്കുകയാണ്. അന്യോന്യം അവർ ധൈര്യപ്പെടുത്തുകയാണ്. അന്യോന്യം ധൈര്യപ്പെടുത്തി പൊളിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുവാൻ നെഹമ്യാവിൻ്റെ വാക്കുകളിലൂടെ ആ സമൂഹം തയ്യാറാകുന്നെങ്കിൽ ഈ 2026 3 നോയമ്പിന്റെ അനുഭവത്തിൽ ദൈവശബ്ദം നമ്മളോട് പറയുകയാണ്, അനുഗ്രഹിക്കപ്പെട്ട മകനെ, മകളെ, നീ എഴുന്നേക്കണം, നീ എഴുന്നേറ്റ് പണിയണം. ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും അവിശ്വസ്തതയുടെ നടുവിൽ വിശ്വസ്തതയുടെ കാവലാളായി മാറുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരണം. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്നെങ്കിലേ നമ്മുടെ കാഴ്ചകൾ മാറുകയുള്ളൂ. നമ്മുടെ മനോഭാവത്തിന് വ്യത്യാസം വരണം, എങ്കിൽ മാത്രമേ നമ്മുടെ സ്വഭാവം മാറുകയുള്ളൂ. നമ്മുടെ മനോഭാവങ്ങൾക്ക് വ്യത്യാസം വരുന്നില്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുകയില്ല. അതുകൊണ്ട് മാനസാന്തരം സംഭവിക്കാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല. എത്ര വചനം കേട്ടാലും എത്ര ധ്യാനം കൂടിയാലും മനോഭാവത്തിന് വ്യത്യാസം വരുത്താതെ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരുത്താതെ, മാനസാന്തരം വരാതെ ഒന്നിനും മാറ്റം വരികയില്ല. അതുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ ശരിയായ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരിക. ഇത് ദുഷ്കാലമാണ്, ഇത് കാലം കെട്ട ഒരു കാലമാണ്. നമ്മുടെ പരുമലയോട് സമീപ പ്രദേശത്ത് ഇന്ന് പേപ്പറിലൂടെ നാം വായിച്ചറിഞ്ഞല്ലോ, തട്ടുകടയിൽ ഒരു ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയ കഥയല്ല, യാഥാർത്ഥ്യം ഇന്ന് നാം വായിച്ചു കേട്ടുവല്ലോ. ഇത് നാം പലപ്പോഴുമൊക്കെ കാണുന്നതാണ്. പക്ഷേ കേൾക്കുമ്പോൾ, കാണുമ്പോൾ ആ സമയത്ത് നമ്മുടെ ചങ്കൊന്ന് പിടയ്ക്കും. പിന്നെ നമുക്കെന്താണ് കാര്യം? വീണ്ടും ലോകം അതേപടിയാണ്, മനുഷ്യൻ അതേപടിയാണ്. അധികം വിദൂരത്തിലൊന്നും അല്ല ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. സ്ഥലം ഞാൻ ഇവിടെ പരസ്യമായി പറയുന്നില്ല. പേപ്പറിൽ നിന്ന് ഉണ്ട്, എല്ലാ പേപ്പറുകളിലും കാണും. മനോരമയിൽ ഇന്ന് ഞാൻ വായിച്ചതാണ്. പ്രിയമുള്ളവരെ, നാം ധ്യാനം കൂടുന്ന ഈ പുണ്യഭൂമിയുടെ സമീപദേശത്താണ് അത് സംഭവിച്ചത്. കൂടി വന്നാൽ 7-8 കിലോമീറ്റർ കാണുമായിരിക്കാം. അവിടെയാണ് ജന്മം കൊടുത്ത കുഞ്ഞിനെ ചോര മാറുന്നതിന് മുമ്പ്, ചോരയുടെ മണം മാറുന്നതിന് മുൻപ് ഒരു തട്ടുകടയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. മനുഷ്യൻ മൃഗത്തോട് തുല്യമായി പോവുകയാണ്. എന്തും ചെയ്യുവാൻ, എന്തും പറയുവാൻ, എന്തും പ്രവർത്തിക്കുവാൻ മടിയില്ലാത്ത ഒരു ജീവിത സ്വഭാവത്തിലേക്ക് മനുഷ്യൻ മാറിപ്പോയിരിക്കുകയാണ്. ഇവിടെയാണ് നെഹമ്യാവിന്റെ ജീവിതം, ഇവിടെയാണ് നെഹമ്യാവിന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത്. ഈ ദിവസങ്ങൾ യോനയുടെ ജീവിതത്തെ ധ്യാനിക്കുന്ന ദിവസങ്ങളാണ്. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതും ധ്യാനിക്കുന്നതുമായ ഒരു വിഷയമാണല്ലോ യോനയുടെ വിഷയം, യോനയുടെ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ
ഫലമായി ഉണ്ടാകുന്ന മാനസാന്തരത്തിന്റെ അനുഭവം. പക്ഷെ ഓർക്കണം, യോന ദൈവത്തിൽ നിന്ന് കേട്ടവനാണ്, ദൈവത്തോട് കൂടെ നടന്നവനാണ്, ദൈവജനത്തിന്റെ നടുവിലേക്ക് പോയവനാണ്. പക്ഷേ ഒരു നിമിഷം അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിൽ നിന്ന് അകന്ന് അവൻ യാത്ര ചെയ്തു. വീണ്ടും യോനയ്ക്ക് ഒരു മടങ്ങിവരവുണ്ട്. ആ മടങ്ങിവരവിൽ ദൈവത്തിന്റെ ശബ്ദം ദൈവജനത്തിലേക്ക് പകരുകയാണ്. അവിടെ ദൈവ ശബ്ദം കേട്ട് മാനസാന്തരപ്പെടുന്ന ജനത്തെ കണ്ടിട്ട് യോന വിഷമിച്ച് ചൂരച്ചെടിയുടെ ചുവട്ടിലിരിക്കുന്ന സന്ദർഭവും നമുക്ക് പരിചയമുള്ളതാണ്. പ്രിയമുള്ളവരെ, ആ വിഷയങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ട്. ആ യോനയുടെ ജീവിതവും യോനയുടെ പ്രസംഗവും ആ പ്രസംഗത്തിന്റെ അനന്തരഫലമായി നിനിവേ നഗരത്തിന് ആവാലവൃദ്ധം ജനങ്ങൾക്ക് ഉണ്ടായ മാനസാന്തരത്തിന്റെ കഥ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ ചുവടുപിടിച്ച് നെഹമ്യാവിന്റെ ജീവിതത്തെയും നെഹമ്യാവിന്റെ വാക്കുകളെയും ശ്രദ്ധിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. ഹക്കല്യാവിന്റെ മകനായ നെഹമ്യാവ് ബാബേൽ പ്രവാസത്തിൽ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങിയെത്തിയ മൂന്നാമത്തേതും അവസാനത്തേതുമായ സംഘത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് നെഹമ്യാവ് എന്ന് പറയുന്നത്. പ്രവാസ കാലഘട്ടത്തിൽ നിന്ന് മൂന്നാമതായി അവസാനമായി മടങ്ങി വന്ന ജനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നെഹമ്യാവ്. അപ്പം മറ്റ് രണ്ട് സംഘങ്ങൾ ഏതെന്ന് ഇതിനോട് അനുബന്ധമായി മനസ്സിൽ കൊണ്ടുവരേണ്ടുന്നത് ആവശ്യമാണ്. ഒന്നാം സംഘമെന്ന് പറയുന്നത് സെരൂബാബലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. രണ്ടാം സംഘമെന്ന് പറയുന്നത് യെസ്രായുടെ നേതൃത്വത്തിൽ ഉള്ളതാണ്. അപ്പൊ സെരൂബാബലിന്റെ നേതൃത്വത്തിൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഒരു കൂട്ടം സംഘം, യെസ്രായുടെ നേതൃത്വത്തിൽ മടങ്ങി വന്ന ഒരു കൂട്ടം സംഘം, മൂന്നാമതായി അവസാനമായി ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന സംഘത്തിന് നേതൃത്വം കൊടുത്തയാളാണ് നെഹമ്യാവ് എന്ന് പറയുക. ഈ നെഹമ്യാവ് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ദൈവം ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ്. നെഹമ്യാവ് എന്ന് പറഞ്ഞാൽ ദൈവം ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ നെഹമ്യാവ് ഒരു ഗവർണറാണ്. ഭൗതികവും ഭരണപരവുമായ നവീകരണത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് നെഹമ്യാവ് എന്ന് പറയുന്നത്. നെഹമ്യാവ്, യെസ്ര, മലാക്കി, ഈ മൂന്ന് പേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. യെസ്രായും നെഹമ്യാവും മലാക്കി പ്രവാചകനും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. യെസ്ര ഒരു പുരോഹിതനാണ്. ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ആത്മീയ ഉണർവ് നൽകിയവനാണ് യെസ്ര. നെഹമ്യാവ് ഒരു ഗവർണർ എന്നുള്ള നിലയിൽ ഭൗതികപരവും ഭരണപരവുമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു നവീകരണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് നെഹമ്യാവ് എന്ന് പറയുന്നത്. മലാക്കി പ്രവാചകൻ ജനത്തിന് ധാർമ്മികവും ആത്മീയവുമായ മാർഗദർശനം നൽകിയ ആളാണ്. അങ്ങനെ ഈ മൂന്ന് പേരും ഒരേ കാലഘട്ടത്തിൽ ശുശ്രൂഷ നിർവഹിച്ചവരാണ്. യെസ്രായുടെ പുസ്തകം പഠിക്കുമ്പോൾ ദേവാലയം വീണ്ടും പണിയുന്നുണ്ട്. പക്ഷേ ജനത്തിന്റെ അലസത മനോഭാവം കാരണം അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. യെസ്രായുടെ പുസ്തകത്തിൽ യെരുശലേം ദേവാലയം വീണ്ടും പണിയുന്നത് കാണാൻ കഴിയുന്നു എങ്കിലും ജനത്തിന്റെ അലസത മനോഭാവം കാരണം അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ വീണ്ടും പുതുതായി പണിയപ്പെട്ടവരാണ്. പക്ഷെ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ അലസത മനോഭാവം കൊണ്ട് ചില മതിലുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. ഒരു ഭവനം ഉണ്ടാക്കണമെങ്കിൽ, ഒരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ അതിന് 4 ഭിത്തികൾ ആവശ്യമാണ്. ഭിത്തികൾക്ക് മേലെയാണ് അതിൻ്റെ മേൽക്കൂര നിലകൊള്ളുന്നത്. ഇത് നമുക്ക് അറിവുള്ള കാര്യമാണ്. പക്ഷേ മേൽക്കൂര താങ്ങി നിർത്തുന്ന ഭിത്തികൾക്ക് ഏതെങ്കിലും ഒന്നിന് കാര്യമായ വിള്ളലുണ്ടായാൽ നിലനിൽക്കുവോ? അതുകൊണ്ട് ഓർക്കണം മനുഷ്യ, ദൈവമകനെ, ദൈവമകളെ, ഞാനും നീയും ദൈവത്തിൻ്റെ മന്ദിരമാണ്. ആ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന എന്നെ താങ്ങി നിർത്തിയിരിക്കുന്ന ഭിത്തികളുണ്ട്. അത് വളരെ ഭംഗിയായി വേദപുസ്തകം പറയുന്നുണ്ട്. അത് നമുക്ക് പരിചയമുള്ള ചില പ്രയോഗങ്ങളാണ്. എബ്രായ ലേഖനം 11:1 പറയുന്നു, വിശ്വാസമാണ് നിന്നെ താങ്ങി നിർത്തുന്ന ഒന്നാം മതിൽക്കെട്ടെന്ന് പറയുക. രണ്ടാമത്
പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലിയതോ സ്നേഹമാണ്. സ്നേഹമാണ് നിന്റെ ജീവിതത്തെ, നിന്റെ നീയാകുന്ന മന്ദിരത്തെ താങ്ങി നിർത്തുന്ന രണ്ടാമത്തെ മതിലെന്ന് പറയുക. മൂന്നാമത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:9 ഗിരിപ്രഭാഷണത്തിൽ തമ്പുരാൻ പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനമാണ് നിന്നെ, നീയാകുന്ന മന്ദിരത്തെ താങ്ങി നിർത്തുന്ന മൂന്നാമത്തെ മതിൽക്കെട്ടെന്ന് പറയുക. 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, കാരുണ്യമാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ആ കാരുണ്യമാണ് നിന്നെ 4-ാമത് താങ്ങി നിർത്തുന്ന മതിൽക്കെട്ടെന്ന് പറയുക. അപ്പോൾ ഓരോ മനുഷ്യന്റെയും നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ചില ഘടകങ്ങളാണ് അവന്റെ ജീവിതത്തിലെ വിശ്വാസം, അവന്റെ ജീവിതത്തിലെ സ്നേഹം, അവന്റെ ജീവിതത്തിലെ സമാധാനം, അവന്റെ ജീവിതത്തിലെ കാരുണ്യം. എൻ്റെ ജീവിതത്തിൽ വിശ്വാസമില്ലാതെ പോയാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ കഴിയാത്തതിനെ കാണാനുള്ള കണ്ണാണ് വിശ്വാസം. കാണാൻ കഴിയാത്തതിനെ കാണാനുള്ള കണ്ണാണ് വിശ്വാസം എന്ന് പറയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, ഞാനും നിങ്ങളും എന്ന് പറയും, എനിക്ക് സമാധാനമില്ല, സമാധാനം പുറത്തു വാങ്ങാൻ കിട്ടില്ല. സമാധാനം നിന്റെ ഉള്ളിലാണ്, സമാധാനം നിന്റെ ഉള്ളിലാണ്. ആ സമാധാനത്തെ പ്രജ്വലിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിലപിക്കുകയാണ്. ആ വിലാപത്തിന് വിരാമം ഇടണമെങ്കിൽ നിന്റെ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിക്കണം. നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ, ഉൾത്തടങ്ങളിൽ സമാധാനം അനുഭവിക്കണം. നിന്റെ ഉൾത്തടങ്ങളിൽ ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെടണം. ദൈവത്തിന്റെ കാരുണ്യം നിന്റെ ജീവിതത്തിൽ നിറയുവാൻ ഇടയായി തീരണം. ഈ 4 മതിലുകൾ കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന ഞാനാകുന്ന ദൈവത്തിന്റെ മന്ദിരം, അതിനെ നവീകരിക്കുവാനാണ് ഈ ദിനങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്നത്. ഞാനാകുന്ന മന്ദിരത്തെ നവീകരിക്കുവാനുള്ള, പുനർനിർമ്മിക്കുവാനുള്ളൊരു ശ്രമമാണ്, ഒരു പരിശ്രമമാണ് ഈ ദിനങ്ങളിൽ നടക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നെഹമ്യാവിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളെ കൊണ്ടുവരികയാണ്. ഈ നെഹമ്യാവ് എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. നെഹമ്യാവിൽ ചില ഗുണഗണങ്ങൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ ക്വാളിറ്റി, നെഹമ്യാവിൽ കാണുന്ന ഏറ്റവും നല്ല സവിശേഷതകളിൽ ഒന്നെന്ന് പറയുക, അഗാധമായ വിശ്വാസവും ദൈവഭക്തിയുമായിരുന്നു നെഹമ്യാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത. കേവലം ഒരു പ്രവാസിയായി പാർത്തിരുന്ന ഒരു വ്യക്തിയാണ് നെഹമ്യാവ്. കേവലം ഒരു പ്രവാസിയായിരിക്കെ നെഹമ്യാവിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത, അവൻ അഗാധമായ വിശ്വാസവും ദൈവഭക്തിയും ഉള്ളവനായിരുന്നു. ഞാനും നിങ്ങളും ഈ ലോകത്ത് സ്ഥിരവാസക്കാരാണോ? ആണോ? ഞാനും നിങ്ങളും ഈ ലോകത്ത് സ്ഥിരവാസക്കാരാണോ? അതുകൊണ്ടാണല്ലോ മരണം സംഭവിക്കുമ്പം പ്രാർത്ഥിക്കുക, ഇഹലോക ജീവിതത്തിന്റെ ഇഹലോക ജീവിതത്തിന്റെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കരുത്. അത് അല്പമെങ്കിലും മറക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇഹലോക ജീവിതത്തിന്റെ പരദേശവാസത്തിൽ നിന്നും, ഇതൊരു പരദേശവാസമാണ്. ഈ ഭൂവാസം, ഭൂലോകവാസം ഒരു പരദേശ പ്രയാണമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാസിയായിരുന്ന നെഹമ്യാവിൽ കാണുന്നു അഗാധമായ വിശ്വാസവും അഗാധമായ ദൈവഭക്തിയും. എന്നിലും നിങ്ങളിലും ഉണ്ടാവേണ്ടുന്നത് അതാണ്. വിശ്വാസമുണ്ടോ? ഉണ്ട്. ഭക്തിയുണ്ടോ? ഉണ്ട്. പക്ഷേ യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ ഭക്തിയും നമ്മിലുണ്ടോ? യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ ഭക്തിയും നമ്മിലുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമാണ്. രാജാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, തമ്പുരാനെ, എനിക്കും എൻ്റെ ജനത്തിനും നിന്നെ ഒന്ന് കാണണം. രാജാവ് നിരന്തരം പ്രാർത്ഥിച്ചു, എനിക്കും എൻ്റെ പ്രജകൾക്കും നിന്നെ ഒന്ന് കാണണം. ഈ പ്രാർത്ഥനയുടെ ശല്യം കൊണ്ട്, നിരന്തരം ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ദൈവം തമ്പുരാൻ രാജാവിനോട് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു, നീയും പ്രജകളും ആ മലയുടെ മുകളിലേക്ക് പോര്, ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാം. രാജാവ് വിളംബരം ചെയ്തു. ദൈവം തമ്പുരാൻ അനുവാദം തന്നിട്ടുണ്ട്, എല്ലാ പ്രജകളും എന്നോടൊപ്പം വരണം, മല മുകളിലേക്ക്. ദിവസം നിശ്ചയിച്ചു. ദൈവത്തോട് പറഞ്ഞ്, ഇന്ന ദിവസം ഞാൻ വരുക എൻ്റെ പ്രജകളുമായി. രാജാവ് പ്രജകളുമായി യാത്ര തിരിച്ചു മലമുകളിലേക്ക്. മലയാറ്റൂർമല കയറുന്ന ചിത്രമൊന്ന് മനസ്സിൽ ഓർമ്മിച്ചാൽ മതി. മോശ പർവ്വതത്തിലേക്ക് കയറിയ സാഹചര്യം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി.
മോശയുടെ കൂടെ കുറേ ജനങ്ങളുണ്ടെന്നൊന്ന് വിചാരിക്കണം. മലയാറ്റൂരൊക്കെ നമ്മൾ പോയിട്ടുള്ളവരാണല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ രാജാവും പ്രജകളും അധികാലത്ത് യാത്ര തിരിച്ചു. പോയ വഴിയിൽ മല കയറി തുടങ്ങിയപ്പം ഒരു വശത്ത് കുറെ ചെമ്പ് നാണയങ്ങൾ ഇരിക്കുന്നത് കണ്ടു. ഈ പോയ പ്രജകളിൽ കുറെ എണ്ണം ആ ചെമ്പ് നാണയത്തിന് ചുറ്റും വട്ടമിട്ട് അവിടെ അങ്ങ് നിലകൊണ്ടു. യാത്ര അവിടെ തീർന്നു. ശേഷിച്ച പ്രജകളും രാജാവും മുമ്പോട്ട് പോയി. കുറെ മല കയറി മുന്നോട്ട് ചെന്നപ്പോൾ എന്താ അവിടെ കിടക്കുന്ന കുറെ വെള്ളി നാണയങ്ങൾ. ഈ പ്രജകളിൽ കുറെ എണ്ണം ഈ വെള്ളി നാണയത്തിന് ചുറ്റും നിലയുറപ്പിച്ചു. ശേഷിച്ച പ്രജകളുമായി രാജാവ് മുകളിലേക്ക് കയറുകയാണ്. ഏതാണ്ട് പർവ്വതത്തിന്റെ മുകളിൽ, മലയുടെ മുകളിൽ എത്താറായ സന്ദർഭം. ഇനി അല്പം കൂടെ സഞ്ചരിച്ചാൽ മതി, അല്പദൂരം കൂടെ. മനസ്സിലൊന്ന് കൊണ്ടുവന്നേ. രാജാവും പ്രജകളും മലയുടെ മുകളിലേക്ക് ചെല്ലുമ്പം അല്പമേ ഉള്ളൂ ദൈവത്തെ കാണാൻ. അടുത്തടുത്ത് വരികയാണ്. നാം പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭം ഒന്ന് ആലോചിച്ചാൽ മതി. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാ. ഇറങ്ങിയ വഴിക്കാണ് ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഒരു അത്യാവശ്യമുണ്ട്, നീ എൻ്റെ കൂടെ വരിക. അവൻ്റെ പള്ളി പോക്ക് അവിടെ നിന്നു. അത് കഴിഞ്ഞായിരിക്കും വേറൊരാൾ പോയി. അല്പദൂരം ആയപ്പോൾ ഒരു സ്നേഹിതന് രോഗം വന്നു, അതറിഞ്ഞു, ഹോസ്പിറ്റലിൽ പോയി. നല്ല കാര്യം. എന്നാൽ മറ്റു ചിലർ പള്ളിക്കുള്ളിലേക്ക് വന്നു, ആരാധന തുടങ്ങി, ആളുകളെല്ലാം പള്ളിക്കകത്തായി. ഇനി എങ്ങനെ കയറുക എന്ന് പറഞ്ഞ് പുറത്തു നിന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ പോയി. പക്ഷേ നമുക്ക് ദൈവത്തെ കാണാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ അല്പനിമിഷം കൂടെ യാത്ര ചെയ്താൽ മതി. ഈ രാജാവും പ്രജകളും ശേഷിച്ചവരുമായി മലമുകളിലേക്ക് പോയി. ശേഷിച്ച ജനം നോക്കിയപ്പോൾ ഉണ്ടടാ, മലമുകളിൽ എത്താറായപ്പോൾ ഒരു വശത്ത് സ്വർണ്ണ നാണയങ്ങൾ കുന്നൂടി കിടക്കുകയാണ്. ഈ രാജാവിനോടുകൂടെ യാത്ര ചെയ്ത് ശേഷിച്ച ഈ പ്രജകളിൽ ഇവന്മാരുണ്ടല്ലോ, എല്ലാവരും ആ സ്വർണ്ണ നാണയത്തിന് ചുറ്റും, സ്വർണ്ണ നാണയങ്ങൾക്ക് ചുറ്റും വട്ടമിട്ടിരുന്നു. ഞാനിത് പറയുമ്പോൾ മറ്റൊന്നും ചിന്തകളിലേക്ക് നിങ്ങളിപ്പോൾ തൽക്കാലം പോകരുത്. സ്വർണത്തിന് വട്ടമിട്ട് പിടിച്ചു എന്ന് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യമില്ല. ഇത് ഒരു കഥയിലൂടെ ഞാൻ വായിച്ചത് നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രാജാവും ശേഷിച്ച പ്രജകളും മലമുകളിൽ എത്താറായപ്പോൾ സ്വർണം കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ കൂടിയ പ്രജകൾ, രാജാവ് മാത്രം മലമുകളിൽ ചെന്നു. തമ്പുരാൻ രാജാവിനോട് ചോദിച്ചു, എന്തിയെ യാത്ര തിരിച്ചപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ കൂടെ, ഇപ്പം ഒരാൾ മാത്രമേ ഉള്ളല്ലോ, ബാക്കി എല്ലാവരും എന്തിയെ? രാജാവ് ദൈവത്തോട് പറയുന്നത് ഇങ്ങനെയാണ്, എന്നോടുകൂടെ എല്ലാവരും ഉണ്ടായിരുന്നു, എൻ്റെ പ്രജകളെല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ നിന്റെ അടുക്കൽ വന്നെത്തിയപ്പോൾ. അപ്പം തമ്പുരാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവനെ ഓർക്കണം, ലൗകിക ജീവിത കാര്യങ്ങൾ കൊണ്ട് നീ ഒരിക്കലും നിന്റെ ദൈവത്തെ കാണാൻ കഴിയുകയില്ല. ലൗകിക ജീവിതത്തിന്റെ സന്തോഷങ്ങൾ കൊണ്ട്, ലോക ജീവിതത്തിന്റെ വ്യാപാരങ്ങൾ മനസ്സിൽ കുന്നുകൂടി കിടന്നാൽ നിനക്ക് നിന്റെ ദൈവത്തെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് നീ ദൈവത്തെ കാണണമെങ്കിൽ, ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ ലോക വ്യാപാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒന്ന് മാറി നിൽക്കാൻ കഴിയണം. അതിന് പറയുന്ന പേരാണ് നിസ്വാർത്ഥമായ ഭക്തി. അതിന് പറയുന്ന പേരാണ് നിസ്വാർത്ഥമായ വിശ്വാസം. നിസ്വാർത്ഥമായ, സ്വാർത്ഥതയില്ലാത്ത വിശ്വാസവും സ്വാർത്ഥതയില്ലാത്ത ഭക്തിയും നിന്റെ ജീവിതത്തിൽ കൂട്ടായി ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് നിന്റെ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും നിനക്കായി ബലിപീഠത്തിൽ സന്നിഹിതനാകുന്ന യേശുവിനെ കാണാൻ കഴിയണമെങ്കിൽ നിനക്ക് അഗാധമായ വിശ്വാസവും ദൈവഭക്തിയും നെഹമ്യാവിനെ പോലെ ഉണ്ടാവണം. ഇത് പൂർവിക മാതാപിതാക്കന്മാർക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മളിൽ അത് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ നമ്മുടെ പൂർവിക മാതാപിതാക്കന്മാർ മനസ്സിലൊന്നു മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, തമ്പുരാനെ നിന്റെ കരുണ മതി, തമ്പുരാനെ നിന്റെ സ്നേഹം മതി, എനിക്കൊന്നും വേണ്ട. ദൈവം കരുതുന്നവനാ, ദൈവം കരുതുന്നവനാ, അവൻ കരുതിക്കൊള്ളും, അവൻ കരുതിക്കൊള്ളും. അപ്പനോട് അമ്മ ചോദിക്കുകയാണ്, മകനെ കൊണ്ടുപോയപ്പോൾ ഇവനെ കൊണ്ടുപോയാൽ അറക്കാനുള്ള ആടെവിടെയാ? ഈ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് എന്താ? അവൻ കരുതിക്കൊള്ളും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് നാം സൂക്ഷിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വ്യത്യാസം വരണം. ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന ഭക്തിക്ക് വ്യത്യാസം വരണം. കാപട്യമില്ലാത്ത വിശ്വാസവും കളങ്കമില്ലാത്ത ഭക്തിയും ജീവിതത്തിൽ കൂട്ടായിരിക്കണം. 2, നെഹമ്യാവിൽ കാണുന്ന ഒരു പ്രത്യേകത അപരനെ കേൾക്കുവാനുള്ളൊരു മനസ്സാണ്. അപരനെ കേൾക്കുവാനുള്ള മനസ്സാണ്. ഉന്നത സ്ഥാനിയാകയാൽ ചില യഹൂദന്മാർ
ശൂശൻ രാജധാനിയിലെത്തി ദൈവജനത്തിന്റെ കഷ്ടതകളെക്കുറിച്ച്, നഗരത്തിന്റെ പരിതാപകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് അവരോട് പറയുമ്പോൾ രാജധാനിയിലെ ഒരു പരിചാരകൻ എന്നുള്ള നിലയിൽ നെഹമ്യാവ് അവരെ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. ഇന്ന് ഭവനങ്ങളിലേക്ക് നാം ഒന്ന് മടങ്ങിപ്പോയാൽ, ഇവിടെയാണ് നാം ഇരിക്കുന്നതെങ്കിലും നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങളിലേക്ക് നാം ഒന്ന് മനസ്സുകൊണ്ട് മടങ്ങിപ്പോകാൻ ശ്രമിച്ചാൽ അവിടെ പരസ്പരം കേൾവിയുണ്ടോ? പരസ്പരം കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവത്തോട് കൂടെയുള്ള സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണമെന്ന പിതാക്കന്മാർ പറയുക. അവരനെ കേൾക്കുവാനുള്ള മനസ്സ് നെഹമ്യാവിന്റെ പ്രത്യേകതയാണ്. ഈ അവരനെ കേൾക്കുവാനുള്ള മനസ്സ്, കേൾവി, അത് ദൈവത്തോട് കൂടെയുള്ള സ്വസ്ഥത അനുഭവിക്കുന്നതിൻ്റെ ഒരു കാരണമാണ് എന്ന് പിതാക്കന്മാർ പറയുകയാണ്. 3 കാര്യങ്ങൾ വേണമെന്നാ പറയുക. കേൾവി വേണം, സംസാരം വേണം, കാഴ്ച വേണം. കേൾവി വേണം, സംസാരം വേണം, കാഴ്ച വേണം. അവരനെ കേൾക്കുവാനുള്ള മനസ്സ്, അവനോട് സംസാരിക്കുവാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അവരനെ കാണുവാനുള്ള, കാഴ്ചയ്ക്കുള്ള മനസ്സ് നമുക്കുണ്ടാവണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയാൽ പരസ്പരം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മനസ്സ് തുറന്ന് പരസ്പരം കാണുവാൻ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് സമയം ലഭിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് നാം പുറം ലോകത്തേക്ക് പോയി കേൾക്കാൻ നിൽക്കണ്ട. ഭവനത്തിന് ഉള്ളിൽ പരസ്പരം കേൾവി ഉണ്ടാവണം. ഭവനത്തിന് ഉള്ളിൽ പരസ്പരം സംസാരം ഉണ്ടാവണം. കലഹത്തിന്റെ സംസാരമല്ല, വിദ്വേഷത്തിന്റെ സംസാരമല്ല, പിന്നെയോ സ്നേഹത്തിന്റെ, കരുതലിന്റെ സംസാരം ഭവനത്തിന്റെ ഉള്ളിൽ ഉണ്ടാവണം. പരസ്പരം കാണണം. അമ്മയും അപ്പനും മക്കളും പരസ്പരം കാണുവാനുള്ള സന്ദർഭം ഉണ്ടാവണം. ഒരുമിച്ച് സംവദിക്കാനുള്ള സന്ദർഭം ഉണ്ടാവണം. ഒരുമിച്ച് കേൾക്കുവാനുള്ള സന്ദർഭം ഉണ്ടാവണം. നെഹമ്യാവിൽ നാം കാണുന്ന 2ാമത്തെ പ്രത്യേകത അതാണ്, അവരനെ കേൾക്കുവാനുള്ള ഒരു മനസ്സ്. 3ാമത്, തന്റെ ജീവിതത്തിന്റെ കൃത്യാന്തര ബാഹുല്യങ്ങൾക്ക് ഇടയിലും പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയ ഒരു മനുഷ്യനാണ് നെഹമ്യാവ്. കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ, തന്റെ ജോലി തിരക്കിനിടയിൽ, തന്റെ ജീവിത വൃത്തികളുടെ തിരക്കുകൾക്കിടയിൽ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയ ഒരു മനുഷ്യനാണ് നെഹമ്യാവ്. ഞാനും നിങ്ങളും ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുമ്പോൾ മാറ്റിവെക്കുന്നത് പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മാറ്റിവെക്കുന്നത് നോമ്പിന്റെ അനുഭവമാണ്. മാറ്റിവെക്കുന്നത് ഉപവാസത്തിന്റെ അനുഭവമാണ്. എന്നാൽ നെഹമ്യാവ് നമ്മെ പഠിപ്പിക്കുന്നു, ജീവിതത്തിൽ എത്രമാത്രം തിരക്കുകൾ ഉണ്ടായിരുന്നാലും കൃത്യാന്തര ബാഹുല്യങ്ങൾക്ക് ഇടയിൽ പ്രാർത്ഥനയുടെ ജീവിത ശൈലി നഷ്ടപ്പെടുത്തുവാൻ ഇടയാകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നെഹമ്യാവിൽ കാണുന്ന ഈ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. അഗാധമായ വിശ്വാസം, നിസ്വാർത്ഥമായ ഭക്തി, സഹോദരനെ കേൾക്കുവാനുള്ള മനസ്സ്, നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകാത്ത പ്രാർത്ഥനയുടെ അനുഭവം. ഇങ്ങനെയെങ്കിൽ മാത്രമേ നമ്മെ ഒന്ന് പുനർനിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. നമ്മെ നശിപ്പിക്കുകയോ രൂപപ്പെടുത്തുകയോ ചെയ്യുന്നത് നാം തന്നെയാണ് എന്ന് ആമുഖത്തിൽ ഞാൻ പറഞ്ഞു വെച്ചുവല്ലോ. നമ്മെ രൂപപ്പെടുത്തുകയോ നമ്മെ നശിപ്പിക്കുകയോ ചെയ്യുന്നത് നാം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് തീരുമാനിക്കണം, ഓരോ നിമിഷവും ഞാനും നിങ്ങളും തീരുമാനിക്കണം, ഞാൻ നശിക്കുവാനുള്ളവനാണോ, ഞാൻ രൂപപ്പെടുവാനുള്ളവനാണോ? എന്തിനു വേണ്ടി രൂപപ്പെടണം? സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്കായി രൂപപ്പെടേണ്ടുന്നവനാണ്. സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്കായി രൂപപ്പെടേണ്ടുന്നവനാണ്. അതുകൊണ്ട് വെട്ടുകുഴിയിൽ കുറവ് തീർന്ന കല്ലുകളെ പോലെ ഈ ലോകത്തിൽ വെച്ച് സകല കുറവുകളും തീർന്ന് സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഉപയോഗിക്കപ്പെടേണ്ട ഒരു കല്ലായി രൂപപ്പെട്ടെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ആയതുകൊണ്ട് മൂല്യാധിഷ്ഠിതമായ ഒരു പുതിയ ലോകക്രമം ഉണ്ടാവണം.
മൂല്യാധിഷ്ഠിതമായ ഒരു പുതിയ ലോകക്രമം ഉണ്ടാവണം. എങ്ങനെയാ ഈ മൂല്യം നിശ്ചയിക്കുക? നമ്മുടെ ജീവിതത്തിന് മൂല്യമുണ്ടോ? മനുഷ്യ ജീവിതത്തിന് മൂല്യമുണ്ടോ? ഉറങ്ങിയോ? മനുഷ്യ ജീവിതത്തിന് മൂല്യമുണ്ടോ? സ്വസ്ഥതയോടെ ഇരിക്കുന്ന ഈ ധ്യാനത്തിൻ്റെ സമയം ഉറങ്ങാനുള്ള സമയമാണല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ശരീരം കൊണ്ട് ഉറങ്ങിക്കോ, വിരോധമില്ല. മനസ്സുകൊണ്ട് ഉണർന്നു തന്നെ ഇരിക്കണമെന്നാണ് ആഗ്രഹം. ആയതുകൊണ്ട് വീണ്ടും നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരിക. ഈ നെഹമ്യാവിൽ കാണുന്ന വിശിഷ്ടമായ സവിശേഷതകൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നുവെങ്കിൽ ഒരു പുനർനിർമ്മിതിയുടെ അനുഭവത്തിലേക്ക് ഞാൻ മാറുകയാണ്. അവിടെയാണ് മൂല്യാധിഷ്ഠിതമായ ഒരു പുതിയ ക്രമം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഈ മൂല്യം നിശ്ചയിക്കുന്നത് എങ്ങനെയാ? ഒരു മനുഷ്യന്റെ ജീവിത മൂല്യം നിശ്ചയിക്കുന്നത് എങ്ങനെയാ? അവൻ എവിടെയാണോ എന്തിനോടാണോ ആഭിമുഖ്യം പുലർത്തുന്നത് അതനുസരിച്ചാണ് അവന്റെ ജീവിത മൂല്യം. ഒരു മനുഷ്യന്റെ ജീവിത മൂല്യം അവൻ ഏത് സാഹചര്യങ്ങളിലാണോ ഏത് സാഹചര്യങ്ങളോടാണോ ആഭിമുഖ്യം പുലർത്തുന്നത് അതനുസരിച്ചാണ് അവന്റെ മൂല്യം. പ്രിയമുള്ളവരെ, ഞാൻ ക്രിസ്തു ബന്ധങ്ങളിലാണെങ്കിൽ, ക്രിസ്തു ബന്ധത്തിലാണെങ്കിൽ, ക്രിസ്തു സംസർഗത്തിലാണെങ്കിൽ, ക്രിസ്തുവിനോട് കൂടെയാണെങ്കിൽ എനിക്കൊരു മൂല്യമുണ്ട്. ഞാൻ ദൈവത്തോട് കൂടെയാണെങ്കിൽ, ദൈവാനുഭവത്തിലാണെങ്കിൽ എനിക്കൊരു മൂല്യമുണ്ട്. കാരണം വിശുദ്ധനായ മാർ ഗ്രിഗോറിയോസ് പിതാവ് പറയുന്നു, മാമോദീസ സ്വീകരിച്ച ഓരോ മനുഷ്യനോടും ദൈവം ആവശ്യപ്പെടുന്ന 3 കാര്യങ്ങളുണ്ട്. അബ്ബാമാർ ഗ്രിഗോറിയോസ് പറയുകയാണ്, മാമോദീസ സ്വീകരിച്ച ഓരോ മനുഷ്യനോടും ദൈവം ആവശ്യപ്പെടുന്ന 3 കാര്യങ്ങളുണ്ട്. 1, ആത്മാവിൽ ശരിയായ വിശ്വാസം. ശ്രദ്ധയോടെ കേൾക്കണം. 1, ആത്മാവിൽ ശരിയായ വിശ്വാസം. 2, നാവിൽ സത്യം. 3, ശരീരത്തിൽ മിതത്വം. ഇത് 3ഉം വിശുദ്ധ മാമോദീസ സ്വീകരിച്ച ഓരോ മനുഷ്യനോടും ദൈവം ആവശ്യപ്പെടുന്നു എന്ന് അബ്ബാമാർ ഗ്രിഗോറിയോസ് പഠിപ്പിക്കുകയാണ്. ആത്മാവിൽ ശരിയായ വിശ്വാസം, നാവിൽ സത്യം, ശരീരത്തിൽ മിതത്വം. ഇത് 3ഉം നമ്മിൽ ഉണ്ടോ? പ്രിയമുള്ളവരെ, ഇത് 3ഉം സംജാതമാകുമ്പോഴാണ് മാമോദീസ സ്വീകരിച്ച ഒരു ദൈവ പൈതൽ ക്രിസ്തു ബന്ധത്തിൽ ദൈവത്തോടു കൂടെ സ്വസ്ഥത അനുഭവിക്കുക. ആ സ്വസ്ഥതയിലാണ് അവൻ മൂല്യമുള്ള ഒരു ജീവിതം ഈ ലോകത്ത് നിർവഹിക്കുവാൻ ഇടയാവുക. ദൈവത്തോടു കൂടെ സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം ഈ ലോകത്ത് പൂർത്തീകരിക്കാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുക, കരുത്ത് കുറഞ്ഞവരുടെ കരുത്ത് ആരംഭിക്കുന്നത് സത്യസന്ധതയിൽ നിന്നാണ്. വൻ ശക്തികളുടെ മത്സരകാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശക്തർ അവർക്ക് തോന്നുംപടി ചെയ്യുകയാണ്, അതിൻ്റെ ഫലം അനുഭവിക്കുന്നതോ ദുർബലരാണ്. ഈ അവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഇത് പറഞ്ഞത് തൂസിഡീസ് എന്ന് പറയുന്ന ഒരു ചിന്തകന്റെ ചിന്ത കാനഡ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അത് വളരെ പ്രസക്തമാണ്. ഇന്ന് ലോക രാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ, ഭാരതീയനായ എനിക്കും നിങ്ങൾക്കും ഇത് പ്രസക്തമാണ്. ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനം കൂടെയാണല്ലോ ഇന്ന്. ഈ ദിനത്തിൽ ഈ ഒരു വാചകം നമുക്കും പ്രസക്തമാണ്. എന്തെന്ന് ചോദിച്ചാൽ, കരുത്ത് കുറഞ്ഞവരുടെ കരുത്ത് ആരംഭിക്കുന്നത് സത്യസന്ധതയിൽ നിന്ന് മാത്രമാണ്. വൻശക്തികളുടെ മത്സരകാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശക്തരായവർ അവർക്ക് തോന്നുമ്പടിയാണ് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ദുർബലരായവരാണ്. ഈ അവസ്ഥ ഇന്ന് എവിടെയും കാണാൻ കഴിയും. ആയതുകൊണ്ട് മൂല്യാധിഷ്ഠിതമായ ഒരു പുനർക്രമീകരണം എവിടെയും ആവശ്യമാണ്. അതിനെന്താണ്? ആത്മാവിൽ ശരിയായ വിശ്വാസം ഉണ്ടാവണം. ഞാനും നിങ്ങളും ദുർബലരാണെങ്കിൽ ശക്തിപ്പെട്ടേ മതിയാവുകയുള്ളൂ. ഞാനും നിങ്ങളും കരുത്തില്ലാത്തവരാണെങ്കിൽ കരുത്താർജിച്ചേ മതിയാവുകയുള്ളൂ. ആ കരുത്ത് ആർജിക്കണമെങ്കിൽ, ദുർബലത മാറി ബലം നേടണമെങ്കിൽ ശരിയായ വിശ്വാസം ആത്മാവിൽ സൂക്ഷിക്കണം. ശരിയായ വിശ്വാസം ആത്മാവിൽ സൂക്ഷിക്കണം. നാവിൽ സത്യസന്ധത ഉണ്ടാവണം. ശരീരത്തിൽ മിതത്വമുണ്ടാവണം. ശരീരത്തിൽ
മിതത്വമുണ്ടാവണം. അതുകൊണ്ടാണ് പിതാക്കന്മാർ യാത്രയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചത്, പരിപാകതയുള്ള ശരീരവും വെളിച്ചമുള്ള നാവും അടക്കമുള്ള ആലോചനയും എനിക്ക് തരണം. പരിപാകതയുള്ള ശരീരവും വെളിച്ചമുള്ള നാവും അടക്കമുള്ള ആലോചനയും എനിക്ക് തരണം. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ 3 നോയമ്പിന്റെ അനുഭവത്തിൽ നിനുവാ നഗരം യോനയുടെ പ്രസംഗം കേട്ട് മനസ്സാന്തരപ്പെട്ടതുപോലെ ആ ദൈവ ശബ്ദത്തിന് വിധേയപ്പെട്ട് ശരിയായ ഒരു മനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും വരുന്നുവെങ്കിൽ, എൻ്റെ മനോഭാവത്തിന് വ്യത്യാസം വരുത്തുന്നെങ്കിൽ, എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരുത്തുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാനായി കഴിയണം. ദൈവമേ, പരിപാകതയുള്ള ശരീരവും വെളിച്ചമുള്ള നാവും അടക്കമുള്ള ആലോചനയും. ഇത് 3 നമുക്കില്ലിന്ന്. ഓർക്കണം പ്രിയമുള്ളവരെ, ഇന്നത്തെ പല ജീവിതങ്ങളുടെയും പരാജയം ഇവിടെയാണ്. പലരുടെയും പരാജയം ഇവിടെയാണ്. പരിപാകതയുള്ള ശരീരം ഇല്ലാതെ പോവുകയാണ്. വെളിച്ചമുള്ള നാവ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അടക്കമുള്ള അമ്മമാര് പെൺപിള്ളേരോട് പറയത്തില്ലേ? എന്തു പറയും? ഇന്നല്ല ഒരു കാലത്തിനപ്പുറത്ത് അമ്മമാര് പെൺപിള്ളേരോട് പ്രത്യേകം പറയുമായിരുന്നു, എന്താ കൊച്ചാ, നീ പെങ്കൊച്ചാ, നീ എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ടെന്നവളാ, അതുകൊണ്ട് നിനക്ക് എന്ത് വേണം? ബാറാമച്ചി, എന്ത് വേണം? അടക്കവും ഒതുക്കവും വേണം. ഇന്ന് പറയുമ്പോൾ പെൺപിള്ളേർ പറയും, എവിടെ പോയി ജീവിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ്, അമ്മയല്ലേ. അതുകൊണ്ട് അടക്കം വേണോ, ഒതുക്കം വേണോ, ഇളക്കം വേണോ, നികളം വേണോ എന്നെല്ലാം നിശ്ചയിക്കുന്നത് ഞാനാണ്. ഇന്ന് തിരിച്ചു പറയും. എന്നാൽ ഒരു കാലത്ത് അമ്മമാര് പറയും, കൊച്ചേ, നിനക്ക് അടക്കം വേണം, ഒതുക്കം വേണം. നിന്റെ ഇരിപ്പില്, നിന്റെ വാക്കില്, നിന്റെ നിൽപ്പില്, നിന്റെ ഇടപെടലില് എന്ത് വേണം? ഒരടക്കവും ഒതുക്കവും വേണം. പിതാക്കന്മാർ പറഞ്ഞു, എല്ലാ ദൈവമക്കൾക്കും ഇത് വേണം, എല്ലാ ദൈവമക്കൾക്കും വേണം. അതുകൊണ്ടാണ് രാത്രിയുടെ യാമത്തിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്, തമ്പുരാനെ, പരിപാകതയുള്ള ശരീരവും വെളിച്ചമുള്ള നാവും അടക്കമുള്ള ആലോചനയും എനിക്ക് തരണം. അതുകൊണ്ട് ശരിയായ ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവം ഈ നിമിഷങ്ങളിൽ തെളിയിച്ചെടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. രണ്ടാമത്, എഴുന്നേറ്റ് പണിയുക, അന്യോന്യം ധൈര്യപ്പെടുത്തുക എന്ന് നെഹമ്യാവ് പറയുമ്പോൾ ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിൽ ദൈവത്തോട് കൂടെയുള്ള സ്വസ്ഥത അനുഭവിക്കുന്നു എങ്കിൽ, രണ്ടാമത് നമുക്ക് സാധ്യമായി തീരേണ്ടുന്നത് ഹൃദയം കൊണ്ട് ദൈവശബ്ദം കേൾക്കണം. എങ്ങനെയാണ്? ഹൃദയം കൊണ്ട് ദൈവശബ്ദം കേൾക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പരിധിവരെയുള്ള പരാജയത്തിൻ്റെ കാരണം അതാണ്. ഹൃദയം കൊണ്ട് ദൈവശബ്ദത്തെ ശ്രവിക്കാൻ കഴിയാതെ പോവുകയാണ്. ഇന്ന് നാം ധാരാളം ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ ഹൃദയത്തോട് ദൈവം ചിലത് സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുവാനായി നമുക്ക് കഴിയണം. നമ്മുടെ പ്രതിദിന ജീവിതത്തിലെ പ്രായോഗികമായ പ്രശ്നങ്ങളെ വിജയകരമായി നേരിടാൻ സാധിക്കണമെങ്കിൽ, കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ എന്തുണ്ടാവണം? ദൈവശബ്ദം കേൾക്കാൻ സാധിക്കണം. ഇവിടെ തിരുവചനം നമ്മൾ കേൾക്കുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. ഈ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ശാന്തതയോടെ ആവർത്തിച്ച് വീട്ടിൽ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെ. അവിടെ പറയുന്നതിന്റെ സാരാംശം ഇങ്ങനെയാണ്: ഏതൊരു അപരിഷ്കൃത മനുഷ്യനും ദൈവിക ചിന്തയും ദൈവികമായ ആരാധനയും നീതിബോധവും ഉള്ളത് അവനെ ദൈവം സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതുകൊണ്ടാണ്. അവനേക്കാൾ അല്പം മാത്രം താഴ്ത്തി അവന്റെ സ്വന്തം സ്വരൂപത്തിലും സ്വന്തം ഛായയിലുമാണ് എന്നെ നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു അപരിഷ്കൃത മനുഷ്യനും ദൈവചിന്തയും ദൈവാരാധനയും നീതിബോധവും ഉള്ളത് എന്തുകൊണ്ടാണ്? എന്നിൽ ഒരു ദൈവിക ചിന്തയുണ്ടെങ്കിൽ, എന്നിൽ ഒരു ദൈവിക ആരാധന നിഴലിക്കുന്നെങ്കിൽ, എന്നിൽ ഒരു നീതിബോധം ഉളവാകുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ്.
അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പോവുകയാണ്, ഞാൻ പോയാൽ പരിശുദ്ധ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും, അവൻ നിങ്ങളെ സകല സത്യത്തിലും നീതിയിലും വഴി നടത്തും. സത്യത്തിലും നീതിയിലും വഴി നടത്തുന്ന പരിശുദ്ധ റൂഹായാം ദൈവം, ആ തൃത്വത്തിലെ ആളത്വങ്ങൾ, മനുഷ്യ സൃഷ്ടിയിൽ ദൈവിക തൃത്വത്തിലെ മൂന്നാളത്വങ്ങളും അന്യോന്യം ആലോചിച്ചാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നതെന്ന് പിതാക്കന്മാർ പറയുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ വ്യക്തമാണ്. വിശുദ്ധ തൃത്വത്തിലെ മൂന്ന് ആളത്വങ്ങളും പരസ്പരം ആലോചിച്ചാണ് സൃഷ്ടികർമ്മം നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവിക സാരാംശത്തിൽ തൃത്വത്തിന്റെ സാന്നിധ്യം പ്രകടമായിരിക്കുന്നത് പോലെ മനുഷ്യനിലും എന്ത് പ്രകടമാണ്? തൃത്വരൂപം പ്രകടമാണ് എന്ന് പറയുക. അതാണ് കാണാൻ കഴിയുന്ന ഒരു ശരീരം, കാണാൻ വയ്യാത്ത ആത്മാവും ജീവനും. ഇല്ലേ? 3 ഘടകങ്ങൾ കൊണ്ടാണ് മനുഷ്യ ശരീരം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ശരീരമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. തൃത്വത്തിലെ 3 ആളത്വങ്ങൾ പോലെ ഇത് 3 കൊണ്ടുമാണ് മനുഷ്യ സൃഷ്ടി നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവസ്വരൂപം അഥവാ ദൈവ സാദൃശ്യം അർത്ഥമാക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവത്തെ പോലെ അവൻ വ്യക്തിത്വമുള്ളവനും വിവേകബുദ്ധിയുള്ളവനും ധാർമ്മിക ബോധം ഉള്ളവനുമാണ്. ദൈവത്തെ പോലെ. അതുകൊണ്ടാണല്ലോ യെശയ്യാ പ്രവാചകൻ പറയുക, വിവേകത്തിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, തിരിച്ചറിവിന്റെ ആത്മാവ്. നമുക്ക് വിവേകത്തോടെ ചിന്തിക്കുവാൻ, ജ്ഞാനത്തോടെ ചിന്തിക്കുവാൻ, വകതിരിവോടെ ചിന്തിക്കുവാൻ, ധാർമ്മിക ബോധത്തോടെ ചിന്തിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെയാണ് എൻ്റെ ഉള്ളിലേക്ക് തന്നിരിക്കുന്നത്. എന്നാൽ എൻ്റെ ഉള്ളിലെ ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, എൻ്റെ ഉള്ളിലെ ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എൻ്റെ ഉള്ളിലെ ധാർമ്മികത നഷ്ടപ്പെട്ടു പോവുകയാണ്. എൻ്റെ ഉള്ളിലെ ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എൻ്റെ ഉള്ളിലെ നീതിബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. ആയതുകൊണ്ട് നാവിൽ സത്യസന്ധത വേണം, ശരീരത്തിൽ മിതത്വം വേണം, ആത്മാവിൽ മറന്നോ? ആത്മാവിൽ ശരിയായ വിശ്വാസം വേണം. ദൈവ ശബ്ദം ശ്രവിച്ചവരെ കുറിച്ച് അനേകം ഉദാഹരണങ്ങൾ എവിടെ കേൾക്കാൻ കഴിയും? വേദപുസ്തകത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. ഏലിയാവ് അതിനൊരു ഉദാഹരണമാണ്, അബ്രഹാം അതിനൊരു ഉദാഹരണമാണ്, നോഹ അതിനൊരു ഉദാഹരണമാണ്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ ആദ്യത്തെ രക്തസാക്ഷിയായ ശമ്മാശന്മാരിൽ മുമ്പനായ സ്തേഫാനോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവിടെയാണ് ഹൃദയം കൊണ്ട് ദൈവശബ്ദം ശ്രവിച്ച ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ആ പിതാവിൽ ഞാൻ കാണുന്ന പ്രത്യേകതകളുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കണം, 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കണം, 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കണം. അവിടെ സ്തേഫാനോസ് ശമ്മാശനിൽ കാണുന്ന 3 കാര്യങ്ങളുണ്ട്. 1 ആത്മശക്തി, ആത്മനിറവ്. 2 സ്വർഗീയ ജ്ഞാനം. 3 നിർഭരമായ ധീരത. സ്തേഫാനോസിനെ വിധിക്കുവാനായി ന്യായാധിപന്മാരുടെ മുൻപാകെ കൊണ്ടുചെന്ന് നിർത്തുമ്പോൾ ആത്മനിറവോടെ കൃപയും സത്യവും നിറഞ്ഞവനായി ജനത്തിന്റെ ഇടയിൽ അവൻ സംവേദിക്കുന്നത് കണ്ടു എന്നാണ് അവന്റെ മേൽ ആരോപിക്കുന്ന ഒരു കുറ്റാരോപണം. കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ ജനത്തോട് സംസാരിച്ചു എന്നതാണ് അവന്റെ മേൽ ചുമത്തപ്പെടുന്ന ഒരു കുറ്റാരോപണം. അതുകൊണ്ട് എങ്ങനെ അവൻ സംസാരിച്ചു? കൃപയും സത്യവും നിറഞ്ഞവനായി. അവിടെയാണ് ആത്മനിറവ്. അനുഗ്രഹിക്കപ്പെട്ട പിതാക്കന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, മക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആത്മനിറവോടെ സംസാരിക്കണം. എൻ്റെ സഹോദരനോട് ഞാൻ സംസാരിക്കുമ്പോൾ ആത്മനിറവോടെ സംസാരിക്കണം. അതാണ് ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രത്യേകത. 2ാമത് അവിടെ കാണുകയാണ് സ്വർഗീയമായ ജ്ഞാനം. സ്വർഗീയമായ പരിജ്ഞാനത്തിലാണ് സ്തേഫാനോസ് സംവേദിക്കുക. വചനത്തിന്റെ പരിജ്ഞാനം അവനിൽ നിറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 10-ാം വാക്യം.
മൂന്നാമത് അവിടെ നാം കാണുന്നതാണ്, ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ നിന്ന് അവന്റെ മേൽ കല്ലെറിയുവാൻ വിധിക്കപ്പെടുമ്പോൾ അവർ ഒരുമിച്ച് നോക്കുമ്പോൾ, അവിടെ നിന്നവർ സ്തെഫാനോസിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ കാണുന്ന ഒരു പ്രത്യേകത എന്താ? വായിക്കുന്നുണ്ട് 14 15 വാക്യങ്ങളിൽ, അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ, അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ തേജസ്സുള്ളതായി മാറുന്നത് അവർ കണ്ടു. ദൈവദൂതന്റെ മുഖം പോലെ തേജസ്സുറ്റതായി തീരുന്നത് അവർ കണ്ടു. പ്രിയമുള്ളവരെ, ഹൃദയം കൊണ്ട് ദൈവത്തോട് സംവേദിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രത്യേകതയാണ്. ഹൃദയം കൊണ്ട് ദൈവത്തോട് സംവേദിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രത്യേകത. നാം ആരുടെ സന്നിധിയിലാണ് ഇരിക്കുന്നത്? പരിശുദ്ധ പരിമല തിരുമേനിയുടെ സന്നിധിയിലാണല്ലോ. ആ മഹാപരിശുദ്ധനായ പിതാവ് ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചവനാണ്. മൺമറഞ്ഞുപോയ പരിശുദ്ധ പിതാക്കന്മാരുടെ എല്ലാം ചരിത്രം പരിശോധിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചവരാണ്. ഓരോ വിശ്വാസിയും ഓരോ മനുഷ്യനും രാജകീയ പുരോഹിത വർഗമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വിശുദ്ധ വംശമായി, ദൈവജനമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ രാജകീയ പുരോഹിത വർഗമാണ് ഞാനും നിങ്ങളുമെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ഞാൻ എങ്ങനെ ദൈവത്തോട് സംസാരിക്കണം? എങ്ങനെ സംസാരിക്കണം? ഹൃദയം കൊണ്ട് ദൈവത്തോട്, ഈ നോമ്പ് ഹൃദയം കൊണ്ട് ദൈവത്തോട് സംവദിക്കണം. എൻ്റെ ഉപവാസ നിമിഷങ്ങൾ ഹൃദയം കൊണ്ട് ദൈവത്തോട് സംവദിക്കണം. എനിക്ക് ലഭിക്കുന്ന ചില നിമിഷങ്ങൾ വ്യക്തിപരമായി ദൈവത്തോട് ഹൃദയം കൊണ്ട് സംവദിക്കണം. ആ ഹൃദയം കൊണ്ട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് എന്തുണ്ടാവുക? ആത്മനിറവ്, സ്വർഗീയമായ പരിജ്ഞാനം, നിർഭരമായ ധീരത. ലോകത്തോടുള്ള ഭയം നഷ്ടപ്പെടുകയാണ്. ഈ ലോകത്തിന്റെ പ്രതികൂലതകളോട് നാം ഭയമില്ലാതെ മാറുകയാണ്. ഈ ലോകത്തിന്റെ എല്ലാ കെടുതികളോടും ഞാൻ അതിജീവിക്കുവാനുള്ള കരുത്ത് നേടുകയാണ്. അവിടെയാണ് സ്വർഗീയമായ പരിജ്ഞാനത്തിന്റെ, ആത്മനിറവിന്റെ, നിർഭരമായ ധീരതയുടെ പ്രത്യേകതകൾ നമ്മിലേക്ക് വരിക. അതുകൊണ്ടാണല്ലോ അപ്രയം പിതാവ് നമുക്ക് പാടി തന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിന്തിരു മനസ്സിനെ ഞാൻ അറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാനായി, നിന്തിരു മനോഗുണം അതിനാല് എനിക്ക് നീ മനോഗുണം. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ്, ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള നിയോഗമാണ് ഓരോ മനുഷ്യന്റെ നിയോഗം. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള നിയോഗമാണ്. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്ന ഒരു ഭാര്യ നിരാശപ്പെടുകയില്ല. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്ന ഒരു ഭർത്താവ് ഒരിക്കലും നിരാശപ്പെടുകയില്ല. ക്രിസ്തുവിന്റെ മനസ്സറിയുന്ന മക്കൾ ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. അതുകൊണ്ടാണ് കുടുംബത്തിന്റെ ഉള്ളിൽ പരസ്പരം കേൾക്കുന്നവർ, പരസ്പരം സംസാരിക്കുന്നവർ, പരസ്പരം കാണുന്നവർ, അവർ പരസ്പരം കേൾക്കുമ്പോൾ, പരസ്പരം സംസാരിക്കുമ്പോൾ, പരസ്പരം കാണുമ്പോൾ അവർ ഒരുമനപ്പെട്ട് ആരെ കാണുകയാണ്? ആരെ കാണുകയാ? പറ, ആരെ കാണുകയാ? ദൈവത്തെ കാണുകയാ. അവർ ഒരുമനപ്പെട്ട് ആരെ കേൾക്കുകയാണ്? ദൈവത്തെ കേൾക്കുകയാണ്. അവർ ഒരുമനപ്പെട്ട് ആരോട് സംസാരിക്കുകയാണ്? ദൈവത്തോട് സംസാരിക്കുകയാണ്. അവർ ആരുടെ മനസ്സറിയും? ക്രിസ്തുവിന്റെ മനസ്സ് അറിയും. ആ ക്രിസ്തു മനസ്സിൽ ഈ ലോകത്ത് അവർ ജീവിക്കും. അങ്ങനെയുള്ളവർ എവിടെ പോയാലും, ഏത് അഴുക്ക് ചാലിലൂടെ കാലെടുത്ത് യാത്ര ചെയ്യേണ്ടി വന്നാലും അവിടെ വീണ് പോവുകയില്ല. മക്കളെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിടാം. കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് പരസ്പരം എവിടെയും പോകാം. പക്ഷേ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം, ഒരുമനപ്പെട്ട് തിരുത്തപ്പെടണം, ഒരുമനപ്പെട്ട് തിരിച്ചറിയണം. തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യനില്ല. ഉണ്ടോ? മനുഷ്യരാരും അപൂർണരല്ല. വൈദികരാകുന്ന ഞങ്ങൾക്കുമുണ്ട് തെറ്റുകുറ്റങ്ങൾ, ഐമേനികൾക്കുമുണ്ട് തെറ്റുകുറ്റങ്ങൾ. അപൂർണത ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാവണം. ആ തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ സമൂഹത്തിന്റെ മുൻപിലല്ല, മനുഷ്യരുടെ മുൻപിലല്ല, അവന്റെ തമ്പുരാന്റെ മുൻപിൽ കണ്ണു നിറയും. തമ്പുരാന്റെ മുൻപിൽ കണ്ണു നിറയും. ആ കണ്ണുനീര് വിലമതിക്കുന്നവനാണ് ദൈവം. ആ തമ്പുരാൻ നമ്മുടെ കണ്ണീര് തുടച്ചു മാറ്റുന്നവനാണ്. അതുകൊണ്ട്
ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കണം. എന്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ പോകുന്നത്? ഹൃദയം കൊണ്ട് ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ? ആത്മനിറവ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാ? ഈ നിർഭരത നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? ആന്തരിക നിശബ്ദത നഷ്ടപ്പെട്ടു പോയി. 2, ലോകത്തോട് അനുരൂപപ്പെട്ടു പോവുകയാണ്. 3, ലോകത്തിന്റെ സാമൂഹിക മാധ്യമങ്ങളോട് നിരന്തരം നമ്മൾ സംസാരിക്കുകയാണ്. 4, വിലയില്ലാത്ത കാര്യങ്ങളാണെന്ന് പറയുന്നതും കേൾക്കുന്നതും. 5, ഉത്തരവാദിത്തങ്ങളുടെ ബഹുലത ഇന്ന് ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ പോവുകയാണ്. 6, ക്രമരഹിതമായ ജീവിത അഭിലാഷങ്ങൾ, ക്രമമല്ലാത്ത ജീവിത അഭിലാഷങ്ങൾ. നമ്മുടെ അമ്മയപ്പന്മാരെയൊക്കെ കാണുമ്പം അതാണ് നമ്മൾ തിരിച്ചറിയുക. അവർക്ക് ക്രമം കെട്ട ജീവിത അഭിലാഷങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ പ്രത്യേകതകൾ ആന്തരിക നിശബ്ദത നഷ്ടപ്പെട്ടു പോയി. ലോകത്തോടാണ് കൂടുതൽ അനുരൂപപ്പെട്ടു പോകുന്നത്. ലോകത്തിന്റെ ആധുനിക ജീവിത സംസ്കാരത്തോട്, സാമൂഹിക മാധ്യമങ്ങളോട്, ടിവിയോടും ഇന്റർനെറ്റിനോടും ഇല്ലേ, ജെമിനിയോടും ചാറ്റിപെറ്റിയോടും ഒക്കെ ബന്ധപ്പെട്ട് ചോദിക്കുക. എന്നും ചോദിക്കാം. ഇപ്പൊ കാറിനോടും സംസാരിക്കാമല്ലോ. പുതിയ ആപ്പ് വന്നില്ലേ? കാറിനോടും സംസാരിക്കുക. സുഖമാണോ? അപ്പൊ ഒറ്റയ്ക്കിനി യാത്ര ചെയ്താൽ നിനക്ക് മടുപ്പുണ്ടാവില്ല. കാരണം കാറിൽ ഒരു ആപ്പുണ്ട്, അതിനോട് സംവേദിച്ചുകൊണ്ട് പോകാം, മടുപ്പുണ്ടാവില്ല. പക്ഷേ ഒരു കാലത്ത് ഒറ്റയ്ക്ക് പോകുമ്പം, ഒറ്റയ്ക്ക് നടക്കുമ്പം, ഒറ്റയ്ക്ക് ഇരിക്കുമ്പം അവന്റെ ബലം വിശ്വാസ പ്രമാണമായിരുന്നു. അവന്റെ ബലം തമ്പുരാനെ എന്നോട് കരുണ തോന്നണമേ എന്നായിരുന്നു. എന്നാൽ ഇന്ന് ഇത്തരത്തിലുള്ള പുതിയ ആപ്പുകളോട് സംവേദിച്ചു പോകുമ്പോൾ ഇന്ന് അവന്റെ ജീവിതത്തിൽ മുഴുവൻ അത് ആപ്പായിട്ട് മാറുകയാണ്. ആന്തരിക നിശബ്ദത നഷ്ടപ്പെട്ടു പോയി. ലോകത്തോടുള്ള അനുരൂപപ്പെടൽ കൂടുതലായി. സാമൂഹിക മാധ്യമങ്ങളോടുള്ള ബന്ധം അതിവർദ്ധനവിലേക്ക് വന്നു കഴിഞ്ഞു. വിലയില്ലാത്ത കാര്യങ്ങളാണ്, മൂല്യമില്ലാത്ത കാര്യങ്ങളാണ് പരസ്പരം ഇന്ന് പങ്കുവെക്കുന്നത്. ഉത്തരവാദിത്തങ്ങൾ ഏറി വരികയാണ്. അതിന്റെ ബഹുലത, നിശബ്ദത നഷ്ടപ്പെട്ടു പോവുകയാണ്. ഏറ്റവും ഒടുവിലായി ക്രമരഹിതമായ ജീവിത അഭിലാഷങ്ങൾ ഒരു മനുഷ്യന് ദൈവശബ്ദം കേൾക്കുവാൻ ഇടയാകാതെ പോകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നെഹമ്യാവ് പറയുന്നു, എഴുന്നേറ്റ് പണിയുക, അന്യോന്യം ധൈര്യപ്പെടുത്തുക. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഈ ആധുനിക ജീവിതത്തിൽ പരിശുദ്ധമായ 3 നോമ്പിന്റെ അനുഭവത്തിൽ നാം വീണുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒന്ന് എഴുന്നേൽക്കുവാൻ, നിരാശയുടെ അനുഭവമാണെങ്കിൽ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ, വേദനയുടെ അനുഭവമാണെങ്കിൽ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ, ആ നെഹമ്യാവിന്റെ ജീവിതത്തെ, യോനയുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ ചേർത്ത് വയ്ക്കുവാൻ ഇടയാവട്ടെ. ദൈവശബ്ദം കേൾക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തോട് സംവേദിക്കുന്ന ഒരു ജീവിത അനുഭവം, യഥാർത്ഥമായ ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് വളരുവാൻ നമുക്കിടയായിത്തീരും. മൂല്യാധിഷ്ഠിതമായ ജീവിത ക്രമം പുനർനിർമ്മിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന വിശ്വാസ സത്യങ്ങളെ, ജീവിതക്രമത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. സ്വാർത്ഥതയില്ലാത്ത ഭക്തിയുടെയും സ്വാർത്ഥതയില്ലാത്ത വിശ്വാസ ജീവിതത്തിൻ്റെയും നല്ല ഉടമകളായി തീർന്നുകൊണ്ട് ദൈവോന്മുഖമായി ജീവിക്കുവാനും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ആകമാനം ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാൻ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരുവാൻ, നമ്മുടെ മനോഭാവങ്ങൾക്ക് വ്യത്യാസം വരുവാൻ, യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വളരുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൈതലേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഈ ഇമ്പകരമായ ശബ്ദം ദൈവത്തിൽ നിന്ന് അനുനിമിഷം ശ്രവിച്ചുകൊണ്ട് ഈ ലോക ജീവിതം ധന്യതയോടെ പ്രത്യാശയോടെ പൂർത്തീകരിക്കുവാൻ തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ പൂർത്തീകരിക്കുന്നു. ഈ ദിവസം ഈ പുണ്യഭൂമിയിലായിരിക്കുവാൻ ദൈവം സഹായിച്ചു. ഒരിക്കൽ കൂടെ ദൈവസനെ തലകളെ വണക്കുന്നു. പ്രത്യേകാൽ ക്ഷണിച്ച പഴയ സെമിനാരി മാനേജർ എൽദോ അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാ ചുമതലക്കാരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹീതമായ നോമ്പിൻ്റെ നല്ല അനുഭവങ്ങൾ ലഭ്യമാക്കുവാൻ
തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.